കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തമാണ് അത്. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 55ആയി. കള്ളക്കുറിച്ചിയിലെ ചികിത്സയിലുണ്ടായിരുന്ന 3 പേരാണ് ഇന്ന് മരിച്ചത്. 115 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, വളരെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ മരണസംഖ്യ അങ്ങനെ ഉയരുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട്? ആശുപത്രിയിൽ ചികിത്സയിലുള്ള 20-ലധികം പേരുടെ നില ഇപ്പോഴും അത് ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ഏതായാലും മരണസംഖ്യ ഓരോ ദിവസവും കൂടുന്നത് അല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ 55 പേരാണ് ഇതുവരെ മരിച്ചത്. 3 പേർ കൂടി മരിച്ചു. കള്ളക്കുറിച്ചിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 3 പേരാണ് മരിച്ചത്. ഇവരെല്ലാം തന്നെ ഈ ദുരന്തം കൂടുതൽ നടന്ന കരുണാപുരം ഗ്രാമത്തിലെ താമസക്കാരാണ്. 100-ലധികം ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ തുടരുന്നുണ്ട്. ഏതായാലും മറ്റൊരു കാര്യം, ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന ആളുകളിൽ ചിലർ വീണ്ടും ഈ മദ്യം ഉപയോഗിച്ചു, അതിനുശേഷം അവരെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഏതായാലും മന്ത്രിമാരുൾപ്പെടെ ഈ വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി വന്നിട്ടുമുണ്ട്. മറ്റൊരു കാര്യം, ഇന്നും തമിഴ്നാട് നിയമസഭ പ്രക്ഷുബ്ധമാവാൻ തന്നെയാണ് സാധ്യത. ഈ വിഷയത്തിൽ സഭ സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒരുങ്ങുന്നത്. മറ്റൊരു കാര്യം, BJPയുടെ സഭയ്ക്ക് പുറത്തുള്ള സംസ്ഥാനത്തുടനീളമുള്ള പ്രതിഷേധവും ഇന്ന് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളക്കുറിച്ചി സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് തമിഴ്നാട് സാക്ഷിയാകും. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. നടൻ വിജയുടെ പിറന്നാളാണ്. വിജയ് പക്ഷേ ഈ കള്ളക്കുറിച്ചി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വേണ്ട എന്ന് ആരാധകരോട് അറിയിച്ചിട്ടുണ്ട്. പകരം അവർ അവിടെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം എന്നുള്ള ഒരാവശ്യമാണ് വിജയ് നടത്തിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഫാൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെല്ലാം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശ്രീധരൻ, ഒരു കാര്യം കൂടി, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അന്ന് തന്നെ വ്യക്തമായതാണ്, ഈ മദ്യദുരന്തം ഉണ്ടായതിൽ പിന്നെ ബാക്കിയുണ്ടായിരുന്ന ആ വിഷമദ്യം ചരിച്ചു കളയുന്നതും അത് കസ്റ്റഡിയിലെടുക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ വരെ നമുക്ക് ഉള്ളതാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് കുറച്ചുപേർ വീണ്ടും തിരികെ എത്തി ഈ മദ്യത്തിന്റെ ബാക്കി ഉപയോഗിച്ചു എന്ന് പറയുന്നത്? 3 പേരാണ് ഇങ്ങനെ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലെത്തി. അവർ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതായത് ഇത് പാക്കറ്റ് ചാരായമായിരുന്നു. ചിലരുടെ വീടുകളിൽ ഇങ്ങനെ ഈ പാക്കറ്റ് ചാരായം സൂക്ഷിച്ചു വെച്ചിരുന്നു. ബാക്കി ഉണ്ടായിരുന്നു. ആ പാക്കറ്റ് ചാരായമാണ് ഇവർ വീണ്ടും ഉപയോഗിച്ച് ഇങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിയത് എന്നാണ് അവിടെ നിന്ന് പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഈ വിഷമദ്യം ഉണ്ടാക്കിയ ആളുടെ വീട്ടിലും അതുപോലെ തന്നെ മദ്യനിർമ്മാണ കേന്ദ്രത്തിലൊക്കെ പോലീസ് റെയ്ഡ് നടത്തി വിഷമദ്യമെല്ലാം തന്നെ നശിപ്പിച്ച് കളയുന്ന ദൃശ്യങ്ങൾ മുഖത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ടിരുന്നു. പക്ഷെ ചില ആളുകൾ വീട്ടിൽ വാങ്ങി വെച്ചിരുന്ന ഇതിന്റെ ബാക്കിയുള്ള മദ്യമാണ് കുടിച്ച് വീണ്ടും അവർ അവശനിലയിലായി ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.